ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ മീഡിയ കലണ്ടർ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ സക്സസ് നേടണമെങ്കിൽ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്നാണ് സോഷ്യൽ മീഡിയ കലണ്ടർ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ കലണ്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? സോഷ്യൽ മീഡിയ കലണ്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ എത്ര പോസ്റ്റ്, ഏതൊക്കെ കണ്ടന്റ്, എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യണം, ഏതൊക്കെ സമയത്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പ്രീ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് രൂപത്തിലുള്ള ഷെഡ്യൂളാണ്. അതൊരു എക്സൽ ഷീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കലണ്ടർ ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഏത് തരത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ കലണ്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അതിൽ ആദ്യം വരുന്നത് ഓർഗനൈസേഷൻ ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ആണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന കണ്ടൻസ് എല്ലാം അഡ്വാൻസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതാകുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലേക്കായിട്ട് ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, വേറൊരു ടെൻഷനും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഹോളിഡേയ്സ്, ഇവൻറ്റ്സ്, പ്രൊഡക്റ്റ് ലോഞ്ചസിനൊക്കെ വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സും മറ്റ് കണ്ടൻസും മിസ്സാവുകയില്ല. ഓൺ ടൈം തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനും സാധിക്കും. ടൈം സേവ് ചെയ്യാനും ബാക്കി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. രണ്ടാമതായി വരുന്നത് കൺസിസ്റ്റൻസിയാണ്. സോഷ്യൽ മീഡിയയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോളോവേഴ്സിന് റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ബ്രാൻഡ് അവയർനെസ് കൂടുകയും എൻഗേജ്മെൻറ്റ് റേറ്റ് ഇൻക്രീസ് ആവുകയും ചെയ്യും. സോഷ്യൽ മീഡിയ കലണ്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പോസ്റ്റസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ടോപ്പ് ഓഫ് മൈൻഡായി നിലനിൽക്കുകയും ചെയ്യും. പിന്നെ പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് മിക്സ് ആൻഡ് ക്വാളിറ്റി ആണ്. ഒരു കലണ്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടന്റ്, അതായത് വീഡിയോസ്, ഇമേജസ്, ആർട്ടിക്കിൾസ്, സ്റ്റോറീസ് ഒക്കെ പ്ലാൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ റിപ്പീറ്റേഷൻ ഫീൽ ആവാതെ, കണ്ടന്റ് ഒട്ടും ബോറിംഗ് ആവാതെ കൊണ്ടുപോകാനും പറ്റും. ഓഡിയൻസ് എൻഗേജ്ഡ് ആയി തുടരുകയും ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബേർഡ്സ് ഐ വ്യൂ അല്ലെങ്കിൽ ബിഗ് പിക്ചർ വ്യൂ എന്ന് പറയും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് കലണ്ടർ സെറ്റ് ചെയ്യുന്നതിലൂടെ മുഴുവൻ കണ്ടന്റ്സിനെ കുറിച്ചുള്ള ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടും. അതായത് ടോട്ടൽ എത്ര പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ എല്ലാം ടൈമിംഗ് എങ്ങനെയാണ്, അതെല്ലാം ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് അപ്ലോഡ് ആവാനുള്ളത് അല്ലെങ്കിൽ ആയിട്ടുള്ളത്, പിന്നെ പോസ്റ്റുകളിൽ ഓവർലാപ്പ് ആകുന്നുണ്ടോ എന്നൊക്കെ ഈസിയായി നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ വരുന്നത് കൊളാബറേഷൻ, അതായത് ടീം വർക്ക് ചെയ്യുന്നവർ എല്ലാവരും, അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഡിസൈനേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, അങ്ങനെ എല്ലാവർക്കും സെയിം കലണ്ടർ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ മിസ്കമ്മ്യൂണിക്കേഷൻ കുറയുകയും ക്യാമ്പയിൻസ് എല്ലാം നന്നായി കോർഡിനേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ നമുക്ക് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് ചെയ്യാനും കഴിയും. ഷെഡ്യൂൾഡ് പോസ്റ്റ് നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഇപ്പോൾ കലണ്ടറിൽ സെറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ഇനിയും ബെറ്റർ ആക്കണോ എന്നൊക്കെ ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങനെ നമ്മുടെ കണ്ടന്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യാനും ഇത് ഉപകരിക്കും. ഇനി നമുക്ക് സോഷ്യൽ മീഡിയ കലണ്ടർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് മുൻകൂട്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ്, കണ്ടന്റ് ഐഡിയാസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏതൊക്കെ ടൈപ്പിലുള്ള കണ്ടന്റ്സ് അപ്ലോഡ് ആവണം എന്നുള്ളൊരു ഐഡിയ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം. അതേപോലെ തന്നെ അതെല്ലാം ഏതൊക്കെ ദിവസങ്ങളിൽ ഓൺ എയർ ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാകും. അതായത് ആ മാസം ഏതൊക്കെ ദിവസങ്ങളിൽ ഹോളിഡേയ്സ് ഉണ്ട്, ഇവൻറ്റ്സ് വല്ലതും വരുന്നുണ്ടോ, ഏതെങ്കിലും പ്രൊഡക്റ്റ് ലോഞ്ചസ് ഉണ്ടോ, അതിനുശേഷം എത്ര പ്ലാറ്റ്ഫോംസിൽ പോസ്റ്റ് ചെയ്യണം, ഏതൊക്കെ ഫോർമാറ്റാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്, അതായത് റീൽ, സ്റ്റോറി, പോസ്റ്റ് എന്നൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇതിനായിട്ട് നിങ്ങൾക്ക് ടൂൾസ് ലൈക്ക് ഗൂഗിൾ ഷീറ്റ്സ്, ട്രെലോ ഓർ ഡെഡിക്കേറ്റഡ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഒരു സോഷ്യൽ മീഡിയ കലണ്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയി, എഫക്റ്റീവായി നടത്താൻ പറ്റും. ഒപ്പം ടൈം സേവ് ചെയ്യാനും ടീം വർക്ക് ഇംപ്രൂവ് ചെയ്യാനും ബ്രാൻഡ് റീച്ച് കൂട്ടാനും നമ്മളെ സഹായിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, ബട്ട് റിസൾട്ട് വളരെ എഫക്റ്റീവുമാണ്. ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് ഫിൻപ്രൂവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ.